പ്രിയപ്പെട്ട സമസ്ത പ്രവർത്തകരെ, സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിലേക്ക് നമ്മൾ ഓരോ നിമിഷവും നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. സമസ്ത പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇരട്ടി മധുരം സമ്മാനിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടു. സമസ്തയുടെ നായകൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ 3 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വലിയ സന്ദേശയാത്ര നടത്താൻ സമസ്ത തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, നിരവധി യാത്രകൾ കണ്ട കേരളത്തിൽ സമസ്തയുടെ ഈ യാത്ര എന്തുകൊണ്ടും വ്യത്യസ്തമായിരിക്കും. കാരണം വർത്തമാന കേരളവും ഇന്ത്യൻ സാഹചര്യവുമെല്ലാം സമസ്തയെ കേൾക്കാൻ, സമസ്തയെ ഉറ്റുനോക്കുന്ന, എന്താണ് മുസ്ലിം സമുദായത്തിന്റെ, എന്താണ് സമസ്തയുടെ 100 വർഷം പൂർത്തിയാക്കിയ സമസ്ത മുന്നോട്ട് വെക്കുന്ന ഭാവി പദ്ധതികൾ എന്ന് ഇവരെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കുവാനും സമാധാന കേരളത്തിന്റെ മണ്ണിൽ ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കാനും സമസ്ത വിഭാവനം ചെയ്യുന്ന മഹത്തായ ഇസ്ലാമിന്റെ സന്ദേശം സ്നേഹവും കരുണയും ഐക്യവും സമൃദ്ധിയും സമാധാനവുമാണെന്ന് ഉറക്കെ പറയാനും കഴിയുന്ന കേരളത്തിലെ മഹത്തായ സംഘടനയുടെ നേതാക്കൾ അണിനിരക്കുന്ന യാത്ര കേരളം ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്ന് ഉറപ്പാണ്. ആ യാത്രയ്ക്ക് ചേളാരിയിൽ ചേർന്ന സമസ്ത കേന്ദ്ര മുഷാവറ തീരുമാനിച്ചിരിക്കുന്നു. യാത്രയെ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ, പോഷക സംഘടനാ നേതാക്കൾ, ഭാരവാഹികൾ തുടങ്ങിയവർ അനുഗമിക്കും. ഓരോ ജില്ലകളിലും ഓരോ സ്വീകരണങ്ങൾ എന്ന നിലയിലായിരിക്കും സ്വീകരണം ഒരുക്കുക. ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ഉജ്ജ്വലമായ സമ്മേളനങ്ങൾ ഇതോടനുബന്ധിച്ച് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര സമ്മേളനം UAE-യിലും ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിലും നടത്തും. അതൊരു അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ സ്വഭാവത്തിലാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രചാരണ ഉദ്ഘാടനം UAE-യിൽ വെച്ചുകൊണ്ടിട്ടും ദേശീയ തലത്തിലുള്ള പ്രചാരണ ഉദ്ഘാടനം ഡൽഹിയിൽ വെച്ചുകൊണ്ടും നടത്തപ്പെടാൻ വേണ്ടി ഇന്നലെ കൂടിയ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ മുഷാവറ തീരുമാനിച്ചിട്ടുണ്ട്. അതും വിജയപ്രദമാക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്നാണ് എല്ലാവരും ഓർത്താളും. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേക പ്രചാരണ സമ്മേളനങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ച് കുനിയയിലെ നഗരിയിൽ വിപുലമായൊരു എക്സ്പോ സംഘടിപ്പിക്കും. സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പ്രധാന പതാക വരക്കൽ മക്കാമിൽ നിന്നും മറ്റു 99 പതാകകൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും വരക്കലിൽ എത്തിച്ച് 100 പതാകകൾ ഒന്നിച്ച് സമ്മേളന നഗരിയിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ കൊണ്ടുപോകും. സമ്മേളനത്തിനാവശ്യമായ ചിലവിനുള്ള ഫണ്ടുകൾ പൊതുജന പങ്കാളിത്തത്തോടെ സമാഹരിക്കും തുടങ്ങിയവയാണ് മുഷാവറ കൈക്കൊണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും ചേളാരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളിലേക്ക് നാടും നഗരവും ഒരുപോലെ ഒരുങ്ങുകയാണ്. ഇതിനോടകം തന്നെ വിവിധ ദിക്കുകളിൽ സമ്മേളന ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. ചുവരെഴുത്തുകളും മറ്റു പ്രചരണ പരിപാടികളുമെല്ലാം നടക്കാൻ പോകുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം തന്നെ ആരംഭിച്ചിരിക്കുന്നു. സമ്മേളന അറിയിപ്പുകൾക്കായി പ്രത്യേക ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നു. ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ടും മറ്റു പബ്ലിസിറ്റികൾ കൊണ്ടും സമ്മേളനം പ്രവർത്തകരുടെ സിരകളിൽ ആവേശം പടർത്തുകയാണ്. പ്രിയപ്പെട്ട സമസ്ത പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ മഹാസമ്മേളനം നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ഒരു മനുഷ്യായുസ്സിന് ലഭിക്കുന്ന അപൂർവങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇതിൽ പങ്കെടുക്കാൻ കഴിയുക ഒരു മഹാഭാഗ്യമാണ്. ആ അവസരം സമർത്ഥമായി ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക. വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ചില വാർത്തകൾ അസ്വീകാര്യമായി കണ്ടേക്കാം. അതിന് ചെവി കൊടുക്കാതെ സമസ്തയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് സമ്മേളന വിജയത്തിന്റെ സാർത്ഥവാഹക സംഘമാവാൻ ശ്രമിക്കുക. നമുക്ക് മുൻപിൽ ഇനി സമസ്തയുടെ മഹാസമ്മേളനം മാത്രമാണ്. നമ്മൾ കൊതിയോടെ കാത്തിരിക്കുന്നതും അതുതന്നെയാണ്. കുനിയയിൽ 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ നമ്മൾ അത്ഭുതം തീർക്കുകയാണ്.